അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് എന്നാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 2-ലെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആ മൊഡ്യൂൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നാണ് ആദ്യത്തെ ദിവസം. ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഇത് തന്നെയായിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇത് വലിയൊരു ടോപ്പിക്കാണ്. അതിൽ എല്ലാ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ എത്രത്തോളം ഇത് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കൊരു PSCയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ LSGS ഒക്കെ ഒരുപാട് പഠിച്ച് അതൊന്ന് ക്വസ്റ്റ്യൻ വരാതെ നിരാശരായിട്ടുള്ള ആൾക്കാരാണ് എസ്പെഷ്യലി ഇത് പഠിക്കുന്നത്. കാരണം നെക്സ്റ്റ് ഒരു അതേ ലെവലിലുള്ള ഒരു എക്സാം എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആ ഒരു സിലബസിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിന് വേണ്ടിയിട്ടല്ല. ഇത് അല്ലാതെ തന്നെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി അഥവാ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷനോ മാനേജ്മെൻറ്റോ പഠിക്കാത്തൊരു കുട്ടികൾ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ല് ആണ് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ലൈഫിൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാവർക്കും കീഴെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ലല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേരൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അത് അത്ര ഈസി അല്ല യഥാർത്ഥത്തിൽ. കാരണം ഞാനൊരു 4-5 വർഷമായിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണോ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ മുന്നേ വിചാരിച്ചിരുന്നത്, അതുപോലെയല്ല ആക്ച്വലി അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഒക്കെ. അത് കുറച്ച് സ്കില്ല് ആവശ്യമുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ അക്കാഡമിക്സ് ഉണ്ടായത്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ നമുക്കതൊരു എവിടെ പോയാലും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിലബസിലെ 2 പേപ്പർ എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ നമ്മൾ മിനിമം അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലായിട്ട് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റിനും നമുക്ക് മാറ്റിയെടുക്കാൻ, അതിനെക്കുറിച്ചൊരു ധാരണയുള്ള ഒരു വ്യക്തിയായിട്ട് എടുക്കാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വളരെ ഡെപ്തിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടോളാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഗ്രൂപ്പിലൊക്കെ എനിക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ഞാൻ ഇടാം. മെയിൻലി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് എടുക്കുന്നത്, ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ക്ലാസിക്കൽ തിയറി, അതുപോലെ തന്നെ അതിൽ തന്നെയുള്ള സയൻറ്റിഫിക് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, അങ്ങനെ കുറേ ഭാഗങ്ങൾ. ഇഗ്നോൻ്റെ MP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിലൊരു സബ്ജക്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, MPA 012. ഇതാണ് ബേസ് ചെയ്തിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സിലബസ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിന്ന് എടുത്ത് കഴിയില്ല. കാരണം ഇത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമില്ലാത്ത കൂടുതൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് സിലബസിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ MPA 012 എന്നായിരിക്കും എടുക്കുക. അതിനുശേഷം പിന്നെ ഏതെങ്കിലും റെഫറൻസ് ഞാൻ ഏത് ബുക്കിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ആ സമയത്ത് അതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ, ഒരു എന്താ പറയുക, അത്ര ഡെപ്തിൽ ഞാൻ PPT തയ്യാറാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളോട് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കൂടി വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടല്ല എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കൃത്യമായിട്ട് കിട്ടും. എക്സാമിന് എഴുതാനുള്ള, അതായത് എന്തെങ്കിലും കൺസെപ്ച്വൽ ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാൽ അത് എഴുതാൻ തയ്യാറാക്കുന്ന വിധത്തിലാണ് ഞാൻ PPT ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതിൽ കൂടുതൽ പഠിക്കാൻ സമയമുള്ളവർക്ക് പഠിക്കാം. ഞാൻ അതിനുള്ള ഡോക്യുമെൻ്റ് അതിൽ ഇടാം.
ഓക്കെ. വേറൊരു ചലഞ്ച് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ചധികം പഠിക്കാണ്ട് ഒരുപാട് ഭാഗങ്ങൾ, കേരള എക്കോണമി, അല്ല കേരള മോഡൽ എക്കോണമി, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പലതും നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കണമെങ്കിലും പിന്നെ നല്ല ഡെപ്തിൽ പഠിക്കണമെങ്കിൽ വീണ്ടും നമുക്ക് ഒരുപാട് ടൈം അതിനാവശ്യമാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഈ സിലബസ് ബാലൻസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സമയം ആവശ്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഒരു മാനേജ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമാണ്. ഓക്കെ, ഇത് ചെയ്യുന്നതിന്. അതേപോലെ തന്നെ ഈ ക്ലാസ് ഞാൻ PPT തയ്യാറാക്കിയത് ഒന്ന് നിങ്ങൾ കണ്ടാൽ അറിയാം. പഴയ പോലെ അത്ര വളരെ സിമ്പിളായിട്ട് ഉള്ള നല്ല ഡിസൈനോട് കൂടിയിട്ട് എനിക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. അത് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഓക്കെ, കുറേ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെയാണ്, നമുക്ക് കുറച്ചൊക്കെ തിയററ്റിക്കലായിട്ട് പഠിക്കാതെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരമില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് കുറച്ച് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, 1-2 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെലഗ്രാം ലൈവിലോ മറ്റോ നമുക്കൊരു റിവിഷൻ ക്ലാസ് പോലെയൊക്കെ എടുത്തിട്ട് നമുക്ക് മനസ്സിലാവുണ്ടോ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ പറ്റുമോ, ഓരോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുണ്ടോ, അത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു റിവ്യൂ ചെയ്യുന്ന രീതിയിൽ വേറൊരു ചെറിയൊരു ക്ലാസ്സും കൂടി നമുക്ക് വെക്കാം. അത് ക്ലാസ് അല്ല, നമ്മൾ ഒരു റിവിഷൻ പോലെ. ഓക്കെ, അങ്ങനെ കൂടി നമുക്ക് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും പറഞ്ഞത് ഇതാണ് ഞാനൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് എനിക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.